Hello students, welcome to engineering assignments. കഴിഞ്ഞ വീഡിയോയിൽ എഞ്ചിനീയറിംഗ് അസൈൻമെൻറ്റ്സിൽ മെഷീൻ ലേണിംഗിൽ ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക് വെച്ചാണ് നമ്മൾ എടുത്ത് നിർത്തിയത്. ഇന്ന് നമ്മൾ ഡയമെൻഷനാലിറ്റി റിഡക്ഷനിൽ വരുന്ന രണ്ട് ടൈപ്പ് ഇംപ്ലിമെൻറ്റേഷൻ, ദാറ്റ് ഈസ് ഫീച്ചർ സെലക്ഷൻ, ഫീച്ചർ എക്സ്ട്രാക്ഷൻ്റെ ഇൻട്രൊഡക്ഷനും അതേപോലെ തന്നെ ഫീച്ചർ സെലക്ഷൻ എന്താണ്, ഫീച്ചർ സെലക്ഷൻ്റെ മെത്തേഡ് എന്താണെന്നാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. There are two ways of dimensionality reduction implementation. ആദ്യത്തെ വേ എന്ന് പറഞ്ഞാൽ ഫീച്ചർ സെലക്ഷൻ ആണ്. ഫീച്ചർ സെലക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഫീച്ചേഴ്സിനെ സെലക്ട് ചെയ്യാന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ n ഫീച്ചേഴ്സ് ഉണ്ട്, അതിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള k ഫീച്ചേഴ്സിനെ മാത്രമേ എടുക്കുള്ളൂ. ഫീച്ചേഴ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഫീച്ചർ ആയിരിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബാക്കി n-k ഫീച്ചേഴ്സിനെ നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യില്ല, അതിനെ ഡിസ്കാർഡ് ചെയ്ത് വിടും. സോ സബ്സെറ്റ് സെലക്ഷൻ എന്ന് പറഞ്ഞൊരു മെത്തേഡാണ് ഫീച്ചർ സെലക്ഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തത് ഫീച്ചർ എക്സ്ട്രാക്ഷൻ. ഫീച്ചർ എക്സ്ട്രാക്ഷൻ എന്ന് വെച്ചാൽ ഫീച്ചർ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. സോ ഫൈൻഡിങ് എ ന്യൂ സെറ്റ് ഓഫ് k ഫീച്ചേഴ്സ് ദാറ്റ് ആർ ദ കോമ്പിനേഷൻ ഓഫ് ഒറിജിനൽ n ഫീച്ചേഴ്സ്. സോ n ഫീച്ചേഴ്സിൽ നിന്ന് കോമ്പിനേഷൻ ഓഫ് സം ഫീച്ചേഴ്സ് ഉണ്ടാവും, അതിനൊക്കെ കൂടി മേക്ക് എ ന്യൂ സെറ്റ് ഓഫ് k ഫീച്ചേഴ്സ്. സോ ഫീച്ചർ എക്സ്ട്രാക്ഷൻ്റെ മെത്തേഡ് പ്രിൻസിപ്പൽ കോമ്പണൻറ്റ് അനാലിസിസും ലീനിയർ ഡിസ്ക്രിമിനൻറ്റ് അനാലിസിസും. നമ്മുടെ സിലബസിൽ ആകെ പഠിക്കാനുള്ളത് നമുക്ക് പ്രിൻസിപ്പൽ കോമ്പണൻറ്റ് അനാലിസിസ് ആണ്. അപ്പോൾ അത് നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. നമ്മൾ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ മെഷർ ഓഫ് എറേഴ്സ് പഠിക്കണം. റിഗ്രഷൻ പ്രോബ്ലത്തിൽ മെഷർ ഓഫ് എററിനെ പറയുന്നത് മീൻ സ്ക്വയർഡ് എറർ ആണ്. ഓക്കെ, അല്ലെങ്കിൽ റൂട്ട് മീൻ സ്ക്വയർഡ് എറർ എന്നാണ് വിളിക്കുക. റൂട്ട് മീൻ സ്ക്വയർഡ് എററിനെ നമ്മൾ RMSE എന്ന് പറയുന്നു, അതേപോലെ തന്നെ മീൻ സ്ക്വയർഡ് എററിനെ MSE എന്ന് പറയുന്നു. സോ MSE is the sum of overall data points of a square of the difference between predicted and actual target value divided by the number of data points. If y1 to yn are the observed value, the predicted value is yi cap to yn cap. Okay, then we can write MSE is equal to y by n, sigma I is equal to 1 to n, that is n is the number of data points, yi minus yi cap the whole square. ഇനി നമുക്ക് ക്ലാസിഫിക്കേഷനിൽ എറർ എങ്ങനെയാണ് മെഷർ ചെയ്യാൻ നോക്കാം. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് misclassification rate. So in classification we use misclassification rate as a measure of error. This is defined as follows: misclassification rate is equal to number of misclassified example divided by number of examples. Now എന്തിനാണ് നമ്മൾ dimensionality reduction യൂസ് ചെയ്യുന്നത് നോക്കാം. First, in most of learning algorithm the complexity depends upon number of input dimension d as well as the size of the data n. For reduced memory and computation, we are interested in reducing the dimensionality problem. Decreasing d also decreases the complexity of algorithm during testing. So, നമ്മൾ കോംപ്ലക്സിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ ഉപയോഗിക്കുന്നത്. അടുത്തത്, when an input is decided to be unnecessary, we can save the cost of extracting it. Okay. അടുത്തത്, next, simpler models are more robust on the small data sets. Simpler models have less variance, so that is they are very less depending on the particulars of a sample, including noise, outliers, so on. Next, when the data can be explained with fewer features, we get a better idea about the process that underlying the data, which allows knowledge extraction. അപ്പോൾ ഇവിടെ knowledge extraction എളുപ്പമായിരിക്കും നമ്മൾ dimensionality reduction ചെയ്താൽ. അടുത്തത്, when the data can be represented in fewer dimension without loss of information, it can be plotted and analyzed visually for structure and outliers. അപ്പോൾ നമുക്ക് പ്ലോട്ട് ചെയ്യാനും എളുപ്പമാണ് ഡയമെൻഷനാലിറ്റി കുറച്ച് കഴിഞ്ഞാൽ. സബ്സെറ്റ് സെലക്ഷൻ ആണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫീച്ചർ സെലക്ഷൻ്റെ ഒരു മെത്തേഡാണ് സബ്സെറ്റ് സെലക്ഷൻ. അപ്പോൾ ഈ മെഷീൻ ലേണിംഗിൽ സബ്സെറ്റ് സെലക്ഷന് ചിലപ്പോഴും ഫീച്ചർ സെലക്ഷൻ എന്ന് വിളിക്കാറുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മോഡൽ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സബ്സെറ്റ് ഓഫ് റെലവൻറ്റ് ഫീച്ചേഴ്സും ആണ് നമ്മൾ എടുക്കുന്നത്. സോ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് സെലക്ടിങ് എ സബ്സെറ്റ് ഓഫ് റെലവൻറ്റ് ഫീച്ചേഴ്സ്, വേരിയബിൾസ്, predictors. 4 റീസൺ കാരണമാണ് നമ്മൾ ഫീച്ചർ സെലക്ഷൻ ടെക്നിക് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് വൺ, സിംപ്ലിഫിക്കേഷൻ ഓഫ് ദ മോഡൽ ടു മേക്ക് ദം ഈസിയർ ടു ഇന്റർപ്രറ്റ് ബൈ ദ റിസർച്ചർ ഓർ ദ യൂസർ. സിംപ്ലിഫിക്കേഷൻ ആണ് മെയിൻ യൂസ്. നെക്സ്റ്റ് വൺ, ഷോർട്ടർ ട്രെയിനിങ് ടൈം. Next one, to avoid the curse of dimensionality.
Next is enhanced generalization by reducing overfitting. Main കാര്യം main notion of feature selection എന്താണെന്ന് വെച്ചാൽ data may contain many features that are either relevant or not relevant. So അത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും, അത് വിത്തൗട്ട് ലൂസിങ് ദ ഇൻഫർമേഷൻ. അതിനു വേണ്ടി നമുക്ക് കുറേ അപ്രോച്ചസ് ഉപയോഗിക്കാം. പക്ഷേ നമുക്കിവിടെ സിലബസിൽ പഠിക്കാനുള്ള രണ്ട് സിംപ്ലസ്റ്റ് ആയിട്ടുള്ള അപ്രോച്ചസ് ആണ്. ഒന്ന് ഫോർവേഡ് സെലക്ഷനും ഒന്ന് ബാക്ക്വേർഡ് സെലക്ഷൻ മെത്തേഡും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫോർവേഡ് സെലക്ഷൻ എന്താണെന്ന് നോക്കാം. ദ ഫോർവേഡ് സെലക്ഷൻ സ്റ്റാർട്ട്സ് വിത്ത് നോ വേരിയബിൾ. ഓക്കെ, ഒരു വേരിയബിൾ ഇല്ലാണ്ട് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ഓരോ പ്രാവശ്യം നമ്മൾ ഓരോരോ വേരിയബിൾസ് ആയിട്ട് ആഡ് ചെയ്യും. എറർ ഇനി കുറയാൻ ഒരു ചാൻസസ് ഇല്ലാത്ത സമയത്താണ് നമ്മൾ ഇതിനെ നിർത്താം. Until any further addition does not decrease the error or decreases it only slightly. ഓക്കെ, ഞാൻ ഫോർവേഡ് സെലക്ഷൻ്റെ അൽഗോരിതം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിച്ചു വെച്ചോളൂ. എന്ന് വെച്ചാൽ ഫോർവേഡ് സെലക്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ ബാക്ക്വേർഡ് സെലക്ഷൻ്റെ അൽഗോരിതം എഴുതാനും സിമ്പിൾ തന്നെയാണ്. ഓക്കെ, ഇതിനകത്ത് ഉപയോഗിക്കുന്ന നൊട്ടേഷൻസ് ആണ്. n is a number of input variables. x1 to x എന്ന് പറയുന്നത് ഇൻപുട്ട് വേരിയബിൾസ്. fi is a subset of set of input variables. E of fi is the error on the validation sample when you are using the input fi. Then set f0 is equal to 5 and E of f0 is equal to infinity. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു നമ്മൾ ഒരു ഫീച്ചർ ഇല്ലാണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇതിൻ്റെ വാല്യൂ 5 ആയിട്ട് വെച്ചത്. ആദ്യം തന്നെ എറർ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആയിട്ട് സെറ്റ് ചെയ്യുകയും വേണം. ഫോർ I is equal to 0 to 1 until the error of addition of next feature is greater than the error of addition of the present feature. ഇപ്പോൾ ഞാനൊരു ഫീച്ചർ ആഡ് ചെയ്തു, ഈ ഫീച്ചറിൻ്റെ എറർ ഞാൻ മെഷർ ചെയ്തു. എന്നിട്ട് ഞാൻ അടുത്ത ഫീച്ചർ ഇടുമ്പോൾ അതിൻ്റെ എറർ ഈ ആദ്യത്തെ ഫീച്ചറിൻ്റെ എററിനേറ്റ് കൂടുതലാണെങ്കിൽ നമ്മൾ ഇവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്യുക. So next one, for all possible input variables xj, train the model with input variables fi union of xj. അത് എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നതെന്ന് വെച്ചാൽ you are going on adding the input variables. And next what you have to do is you have to calculate the error of adding this feature, okay, on the validation set. Now choose the input variable xm that causes the least error, f of I union xj, and now we take the m is equal to argument j minimum e f of I union xj. Next we set fi plus 1 is equal to fi union xm. So we go on adding fi plus 1 until and unless ഇനി ഫെർദർ ആയിട്ട് എറർ കുറയില്ല എന്നുള്ളത്. ദെൻ ദ സെറ്റ് fi is the output of the best subset. ലാസ്റ്റ് നമ്മൾ ഒരു സബ്സെറ്റ് പബ്ലിഷ് ചെയ്യും, ആ സബ്സെറ്റ് പറഞ്ഞ ബെസ്റ്റ് സബ്സെറ്റ് ആയിരിക്കും. അടുത്തത് ബാക്ക്വേർഡ് സെലക്ഷൻ. വി സ്റ്റാർട്ട് വിത്ത് എ സെറ്റ് ഓഫ് ഓൾ ഫീച്ചേഴ്സ്. ഫോർവേഡ് സെലക്ഷൻ്റെ ഓപ്പോസിറ്റ് കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളിവിടെ എല്ലാ ഫീച്ചേഴ്സും വെച്ചൊരു സെറ്റ് ഉണ്ടാക്കും. അത് കഴിഞ്ഞ് ഓരോ ഫീച്ചേഴ്സിനെ റിമൂവ് ചെയ്ത് പോയിട്ട് എപ്പോഴാണോ നമുക്ക് ലീസ്റ്റ് എറർ വരുന്നത് അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ഇവിടെ ഞാൻ ഫോർവേഡ് സെലക്ഷനിൽ പറഞ്ഞ സെയിം കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഇനി ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എല്ലാ ഫീച്ചേഴ്സിനെ ആഡ് ചെയ്യണം എന്നല്ല പറഞ്ഞത്. അപ്പോൾ f0 എന്തായിരിക്കും, x1 to xm വരെയായിരിക്കും നമ്മൾ എടുക്കുന്നത്. ആൻഡ് വി വിൽ ടേക്ക് ദ എറർ ആസ് ദ മാക്സിമം വാല്യൂ. Now second point, for I is equal to 0 to 1, we repeat until what? We repeat until there is least error. Same thing what you have written in the forward selection. Inside that, for all possible input variable xj, we train the model with input variable fi minus xj. Forward സെലക്ഷനിൽ യൂണിയൻ ആണെങ്കിൽ ഇവിടെ കിടക്കുന്നത് മൈനസ് ആണ്. എന്തുകൊണ്ടാണ്? ഫോർവേഡ് സെലക്ഷനിൽ നമ്മൾ അഡീഷനാണ് നടന്നിരുന്നത്, എന്ന് വെച്ചാൽ ഓരോ ഫീച്ചേഴ്സിനെ ആഡ് ചെയ്യാൻ നടന്നിരുന്നത്. ഇവിടെ എന്താ ചെയ്തത്, നമ്മൾ ഇവിടെ ഓരോ ഫീച്ചേഴ്സിനെ നമ്മൾ റിമൂവ് ചെയ്ത് കളയാണ്, അതുകൊണ്ടാണ് ഇവിടെ മൈനസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് വി കാൽക്കുലേറ്റ് ദ എറർ ആഫ്റ്റർ റിമൂവിങ് ഈച്ച് ആൻഡ് എവറി ഫീച്ചേഴ്സ് ഓൺ ദ വാലിഡേഷൻ സെറ്റ്. Now we'll choose the input value that causes the least error. Then we write the m value. So we write the equation for the m. See the equation. In the forward selection, it was union here. Now it will be minus here. Okay. Now we set fi plus 1 is equal to fi minus xm, and we output the best subset. So students, so that much I have about the feature selection.
Now the feature extraction will be taken in the next video. Thank you students. Thank you for watching my video.